Namaste viewers, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ ട്രേഡിംഗ് 1 മിനിറ്റ് ക്യാൻഡിൽ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന നിഫ്റ്റിയുടെയാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ട്രേഡ് 21,513. അപ്പോൾ നമ്മൾ ഏത് ചാർട്ട് എടുത്താലും ലൈവ് മാർക്കറ്റ് ട്രേഡ് ഇവിടെ ഡിസ്പ്ലേ വരുവേ. എല്ലാം നമ്മുടെ എൻ്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന റിയൽ ടൈമാണ്. അപ്പോൾ ഇതിനകത്തൊരു ഗ്രീൻ കളറിൽ അപ്പാർ വരുന്നത് ബൈ ചെയ്യാനും റെഡ് വരുന്നത് സെൽ ചെയ്യാൻ ഇൻഡിക്കേഷനാണ്. സോഫ്റ്റ് സിഗ്നൽസ് എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നോളും. അപ്പോൾ സിഗ്നൽ വന്നത് കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അപ്പം ഇത് ഇപ്പം ഞാൻ കാണിക്കുന്ന ലൈവ് മാർക്കറ്റിലാണ്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കാണാൻ ലൈവായിട്ട് കാണാൻ എൻ്റെ പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിക്കുക. താഴെ നമ്പർ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതർവൈസ് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മൾ ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ് ഓഫീസ്. അപ്പോൾ ഇതെങ്ങനെ എടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ടൈം ഫ്രെയിം നമുക്കിവിടെ ടൈം ഫ്രെയിം ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിംഗ്, സ്കാൽപ്പിംഗ് ഏതാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ബൈസിക്കിൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സിഗ്നലാണെങ്കിൽ നമുക്ക് ബൈ വന്നു. ഈ ബൈ വരുമ്പോൾ തന്നെ ബൈസിക്കിൾ അല്ലെങ്കിൽ സെൽസിക്കിൾ വരുമ്പോൾ തന്നെ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി സോഫ്റ്റ് നമുക്ക് ഇൻഡിക്കേഷൻ തരുവേ. അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും മേഖലയിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ബൈ അറ്റ് 21,473. അതായത് ബൈ എന്ന് പറയുമ്പോൾ കോൾ ഓപ്ഷൻ ബൈ ആണ് ഇൻഡിക്കേഷൻ ആണ്. 21,473 എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി 21,300, 400, 500 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെ സിഗ്നൽ വരും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു മെയിൻ കൺഫർമേഷൻ നോക്കേണ്ടത് പമ്പ പ്രീമിയം ചാർട്ടിലാണ്. ഫസ്റ്റ് നമുക്ക് 21,300 എങ്ങനെ പോയി നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ബൈ വന്നു, നിഫ്റ്റിയിൽ ബൈ വന്നു 21,473. ഞാൻ ഫസ്റ്റ് എടുത്ത് 21,300 300 വരുമ്പോഴത്തേക്കും നോക്കിയാൽ അവിടെ നമുക്ക് ബൈസിക്കിളുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ബൈസിക്കിളിലും 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുത്തേച്ചാൽ മതി. കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആരോ വന്ന ശേഷം അതിൻ്റെ സെക്കൻഡ് ക്യാനിലാണ് എൻട്രി ചെയ്യേണ്ടത്. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് 21,300 ഇപ്പോഴത്തെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 170-20 നമുക്ക് ബൈ വന്നിരിക്കുന്നത്. അപ്പോൾ അത് സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. 2 കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. താഴത്തെ ബാർ ഇതുപോലെ ഗ്രീൻ ആയിരിക്കണം. പ്രൈസ് എന്ന് പറയുന്നത് ബൈ സോൺ ആണ്. 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് 170-20 ബൈ വന്ന ശേഷം കൺഫേം ആയിരുന്നു. 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. സിഗ്നൽ വരുമ്പോൾ തന്നെ അത് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും താഴെ ഡിസ്പ്ലേ ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. അതായത് മാർക്കറ്റിൽ കയറുന്നത് സ്റ്റോപ്പ് ലോസ് കയറാം. നമ്മൾ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 21,300 പെർഫോമൻസ് ഞാൻ കാണിച്ചു. മാർക്കറ്റ് ഓൾറെഡി പ്രോഫിറ്റ് വന്നു കഴിഞ്ഞ് 21,400 നോക്കണമെങ്കിൽ വേണ്ട ആ ഒരു ബൈ വന്നത് 82-70 നല്ല രീതിയിൽ കയറിപ്പോയി. ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് ഇപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് പോവാണ്. 21,500 ആണെങ്കിലും കണ്ട 3 ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ വന്ന് 22,40 അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി 3 ഞാൻ നിങ്ങൾക്ക് എൻ്റെ പെർഫോമൻസ് കാണിച്ചത്. ഇപ്പോൾ ഇത് റിവേഴ്സ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ നിഫ്റ്റി നോക്കുക. നിഫ്റ്റി ഡൗണിലോട്ട് പോവാണ്. ആ ഒരു ബൈ ട്രെൻഡ് ക്ലോസ് ആയി. ബൈ ട്രെൻഡ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇപ്പോൾ റിവേഴ്സ് പോകുന്നതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന കോൾ ഓപ്ഷനിൽ ഇപ്പോൾ റിവേഴ്സിലോട്ട് പോകണം. നമ്മളൊരു ട്രേഡ് ചെയ്തപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ആ 21,300 ഒരു ബൈ ട്രെൻഡ് ഞാൻ ആ 170 ബൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ ടാർഗറ്റ് 192 വന്നപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് അണ്ടർലൈൻ അസറ്റിലോട്ട് തന്നെ തിരിച്ചു വരിക. അതായത് നിഫ്റ്റിയിലോട്ട് തന്നെ തിരിച്ചു വരിക. കാരണം നിഫ്റ്റി എന്താണോ ഇനി വരുന്ന അതനുസരിച്ച് അതിൻ്റെ അടുത്ത ട്രേഡ് നമ്മൾ എടുക്കാവുള്ളൂ. ഇപ്പോൾ നിഫ്റ്റി ഡൗണിലോട്ട് പോയി. അപ്പം നമ്മൾ അടുത്ത പുട്ട് ഓപ്ഷൻ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വരാം. അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ഇത് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.